ഹോസ്പിറ്റൽ കിടക്കയിൽ ഹൃദയമിടിപ്പ് രേഖപ്പെടുത്തുന്ന ആ ഒരു മോണിറ്ററിന്റെ ശബ്ദം മാത്രമാ കേൾക്കുന്നത്. ജീവന്റെ തുടിപ്പ് നേരിയ തോതിൽ മാത്രം ബാക്കിയുള്ളതുപോലെ രാജേശ്വരി അവിടെ കിടന്നു. ഉറക്ക ഗുളികകൾ അവളുടെ ജീവനെ കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. പുറത്ത് നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ സത്യപാലനും ജയപാലനും പ്രവീണയും നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും കണ്ണിൽ നിവിനോടുള്ള ദേഷ്യം കുറ്റപ്പെടുത്തലും മാത്രമായിരുന്നു. രാജേശ്വരിയുടെ ഈ ഒരു അവസ്ഥക്ക് നിവിൻ മാത്രമാണ് കാരണം എന്നാണ് അവന്റെയൊക്കെ ഭാവം. വളരെ പതുക്കെ രാജേശ്വരി കണ്ണു തുറന്നു. അവ്യക്തമായ കാഴ്ചക്കിടയിൽ അവൾ തന്റെ മകനെ തിരിഞ്ഞു. നിവിൻ വിറക്കുന്ന കാലോടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവശതയോടെ രാജേശ്വരി അവരുടെ കൈകൾ ഇങ്ങനെ മുറുകെ പിടിച്ചു. ചുണ്ടുകളൊക്കെ വിറക്കാൻ തുടങ്ങി. നിവിൻ, എന്റെ മോൻ, രാഗിണി നീ കല്യാണം കഴിക്കണം. അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാ അത്. നീ സമ്മതിച്ചില്ലെങ്കിൽ അമ്മ. വാക്കുകൾ മുഴുമിപ്പിക്കാനാവാതെ അവർ അങ്ങ് കിതച്ചു. നിവിന്റെ നെഞ്ചിലൂടെ ഒരു മിന്നലങ്ങ് കടന്നുപോയി. കാവേരിയുടെ ചിരിക്കുന്ന മുഖം മനസ്സിൽ ഒരു നിമിഷം തെളിഞ്ഞുവെങ്കിലും മരണക്കിടക്കിൽ കിടക്കുന്ന അമ്മയുടെ ജീവന് മുന്നിൽ അവന് വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അവർ കണ്ണീരോട് കൂടെ തന്നെ അവൻ തലയാട്ടി. ആ സമ്മതം ഒരു വലിയ കൊടുങ്കാറ്റിന്റെ തുടക്കം മാത്രമായിരുന്നു. സ്നേഹതീരം. ആ വീടിന്റെ ഓരോ കോണിലും അരവിന്ദിന്റെ ഓർമ്മകൾ മാത്രമായിരുന്നു. അവിടെ നിന്ന് പടിയിറങ്ങുക എന്നത് കാവേരിയുടെയും കുടുംബത്തിനും ഹൃദയം പറിച്ചു മാറ്റുന്നത് തുല്യമായിരുന്നു. ഉമ്മർത്തെ ചാരുപടയിൽ അച്ഛന്റെ ആ ഒരു സാന്നിധ്യം എല്ലാം അവരെ നേരെ നോക്കി വിതുമ്പുന്നത് പോലെയൊക്കെ അവർക്ക് തോന്നി. ശാരദ കണ്ണീരൊക്കെ സാരി തലപ്പ് കൊണ്ട് തുടച്ചു. പഴയ കുറച്ച് സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി. ഗംഗയും നിലമോളും പരസ്പരം ഒന്നും മിണ്ടാതെ തങ്ങളുടെ ബാഗുകളൊക്കെ ഒതുക്കി വെച്ചു. കാവേരി വളരെ വേഗത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് സങ്കടത്തേക്കാൾ വലിയൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നതിൽ തന്നെ വിനീത് ചോദിച്ചു, കാവേരി, നമ്മളിപ്പോ നേരത്തെ തന്നെ ആ ഒരു ട്രിവാൻഡ്രത്തേക്ക് പോകുകയാണോ? കാവേരിയുടെ കണ്ണുകൾ ഒരു തീപ്പൊരി പാറി. അവൾ പതിഞ്ഞ സ്വരത്തിൽ തന്നെ പറഞ്ഞു, അല്ല വിനീതേട്ടാ, നമുക്ക് ആദ്യം കല്യാണ മണ്ഡപത്തിലേക്കൊന്ന് പോണം. എന്തിനാ കാവേരി? അവിടെ ഇപ്പൊ കല്യാണം നടക്കുമല്ലേ, നമ്മൾ എന്തിനാ വെറുതെ? വിനീത ആശങ്കയോട് ചോദിച്ചു. എല്ലാത്തിനും ഒരു കാരണമുണ്ട് വിനീതേട്ടാ. ഇതെന്റെ മുന്നിലെ അവസാനത്തെ അവസരമാണ്. അച്ഛനെ ചതിച്ചവരെ അങ്ങനെ വെറുതെ വിട്ടിട്ട് ഈ നാട് വിട്ടു പോവാനൊന്നും എനിക്ക് പറ്റില്ല. ഇപ്പോ ആരോടും ഒന്നും പറയണ്ട, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അത് കേട്ട് വിനീത് തലയാട്ടി. എല്ലാവരും വണ്ടിയിൽ കയറാൻ തുടങ്ങുമ്പോൾ യമുനയുടെ മുഖത്ത് വലിയൊരു അമർഷമുണ്ടായിരുന്നു. അവൾ നേരെ കാവേരിക്ക് നേരെ തിരിഞ്ഞു. ചേച്ചിക്കൊരു ഫീലിങ്സും ഇല്ലേ? നമ്മൾ ജനിച്ചു വളർന്ന ഈ ഒരു നാടും വിട്ടു പോവുകയാണോ? ചേച്ചിക്കെന്താ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്? കാവേരി യമുനയെന്ന് നോക്കി. ആ നോട്ടത്തിൽ ഒരുപാടധികം അർത്ഥങ്ങളുണ്ടായിരുന്നു. എനിക്ക് വേറെ ഒരുപാട് ഫീലിങ്സ് ഒക്കെ ഉണ്ട് യമുനെ. വീട് വിട്ടു പോകുന്നതൊക്കെ സങ്കടമൊക്കെ എനിക്ക് എപ്പോഴേ പോയി. നീ ആദ്യം വണ്ടിയിൽ കയറാൻ നോക്ക്. കാവേരിയുടെ വാക്കുകളിലെ ഗൗരവം കണ്ട് യമുന പിന്നെ ഒന്നും മിണ്ടാതെ തന്നെ അവിടെ വണ്ടിയിലേക്ക് കയറി. എല്ലാവരും കണ്ണീരോട് കൂടെ സ്നേഹതീരത്തേക്ക് നോക്കി. അവസാനമായി ഒന്ന് തിരിഞ്ഞു നോക്കി. ശാരദ വിതുമ്പിക്കൊണ്ട് തന്നെ വാതിലടച്ചു. ആ വണ്ടി കല്യാണ മണ്ഡപത്തിലേക്ക് കുതിച്ചു. വിവാഹ മണ്ഡപത്തിൽ വർണ്ണാഭമായ ആ ഒരു പൂക്കൾ കൊണ്ട് ദീപാലങ്കാരങ്ങൾ കൊണ്ടൊക്കെ നിറങ്ങി നിന്നിരുന്നു. എങ്ങോ സന്തോഷത്തിന്റെ അലയൊളികൾ. രാജേശ്വരി ആശുപത്രിയിൽ നിന്ന് നേരെ മണ്ഡപത്തിലേക്ക് എത്തിയിരുന്നു. അവരുടെ മുഖത്ത് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ടായിരുന്നു. സത്യപാലനും ജയപാലനും പ്രവീണയും ആസിഫും വിശാലും എല്ലാം തന്നെ അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലാണ്. ജയപാലിന്റെ അഹങ്കാരം അയാളുടെ ചിരിയിലങ്ങ് പ്രകടമായിരുന്നു. രാഗിണി സ്വർണത്തിൽ പൊതിഞ്ഞിങ്ങനെ ചുവന്ന പട്ടുസാരിയൊക്കെ എടുത്ത് അതിസുന്ദരിയായി തന്നെ അണിഞ്ഞൊരുങ്ങി വന്നിരുന്നു. അവളുടെ കണ്ണുകൾ നിവിനെ മാത്രമാണ് തിരയുന്നത്. പ്രവീണ അവളെ ചേർത്ത് പിടിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരും കയ്യടിയോടുകൂടെ അവരെ വരവേറ്റു. എന്നാൽ മണ്ഡപത്തിലിരിക്കുന്ന നിവിന്റെ അവസ്ഥ മറ്റൊന്നായിരുന്നു. അവന്റെ കണ്ണുകളെല്ലാം തന്നെ നിറഞ്ഞിരുന്നു. തല കുനിഞ്ഞിരിക്കാണ്. കാവേരിയുമായി ചിലവഴിച്ച നല്ല നിമിഷങ്ങൾ ഓരോന്നോരായി അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ആ ചിരി, ആ പിണക്കം, ആ സ്നേഹം എല്ലാം നഷ്ടപ്പെടുകയാണല്ലോ എന്നോർത്ത് അവന്റെ ഹൃദയം നീറി. രാഗിണി വന്ന് അവന്റെ അടുത്തേക്ക് വന്നിരുന്നപ്പോ അവൾ അവനെ നോക്കി നാണത്തോടെ ചിരിച്ചു. പക്ഷേ നിവിൻ ഒരു ശൂന്യതയിലേക്ക് തന്നെ നോക്കി അവളെ നോക്കുകയാണ്. ചടങ്ങുകൾ അങ്ങനെ തുടങ്ങി. നിവിൻ വിറക്കുന്ന കൈയോടെ ഒരു യന്ത്രം പോലെ രാഗിണിയുടെ കഴുത്തിലേക്ക് ആ ഹാരമങ്ങ് അണിയിച്ചു. രാഗിണി സന്തോഷത്തോടെ അവന്റെ കഴുത്തിലേക്കും ഹാരം അണിയിക്കുകയാണ്. താലി കെട്ടാനുള്ള മുഹൂർത്തം അടുത്തുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് മണ്ഡപത്തിന്റെ ഗേറ്റിലേക്ക് ആ ഒരു വണ്ടി വന്ന് നിൽക്കുന്നത്. കാവേരിയുടെ മുൻവാതിലങ്ങ് തുറന്നു പുറത്തേക്ക് വന്നു കാവേരി. അവളുടെ പിന്നാലെ ശാരദയും വിനീതും ഗംഗയും യമുനയും രാധമ്മയും അങ്ങനെ നിലമോളും ഇറങ്ങി. കാവേരിയുടെ നടപ്പിൽ ഒരു പോരാളിയുടെ വീര്യമുണ്ടായിരുന്നു. കാവേരി, നമ്മൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ശാരദ ഭയത്തോടെ ചോദിച്ചു. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വായോ, കാവേരി തീർത്തും പറഞ്ഞു. എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നത്? ഇവിടെ കല്യാണം നടക്കുമല്ലേ, നമ്മളായിട്ട് എന്തിനാ അങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നത്? ഗംഗയും അവളെ തടയാൻ ശ്രമിച്ചു. കാവേരി പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്നു. അവളുടെ കണ്ണിൽ തീ പാറുന്നത് പോലെ തോന്നി. അവിടെ എന്തു വേണമെങ്കിലും നടക്കട്ടെ അമ്മേ. എന്റെ അച്ഛനെ ചതിച്ചവനെ തോൽക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അച്ഛന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പോരാട്ടത്തിൽ ഞാൻ ഇവിടെ മരിച്ചു വീണാലും ഞാൻ പിന്മാറില്ല.
കാവേരിയുടെ ആ വാക്കുകൾ അവരുടെ എല്ലാവരുടെയും നെഞ്ചിലങ്ങ് തറച്ചു കയറി. വിനീത് മുന്നോട്ട് വന്നു. ഗംഗേ വാ, നമുക്ക് കാവേരിയുടെ ഒപ്പം തന്നെ പോവാം. വിനീതും ഗംഗയും അവൾക്ക് പിന്നിലായി തന്നെ നടന്നു. രാധമ്മ കാവേരിയുടെ കൈകളിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. കാണിച്ചു കൊടുക്കുമോളെ, കണ്ണൂർക്കാർ അരവിന്ദന്റെ മക്കളുടെ കരുത്ത് എന്താണെന്ന് ആ ചതിയന്മാർക്ക് നീ അങ്ങ് കാണിച്ചു കൊടുക്ക്. ചെല്ലി നീ. ആ വാക്കുകൾ കാവേരിക്ക് 100,000 ആനകളുടെ ബലം നൽകി. അവൾ വേഗം തന്നെ മണ്ഡപത്തിലേക്ക് നടന്നു. ഇതേ സമയം മണ്ഡപത്തിൽ നിവിൻ താലിയെടുത്ത് രാഗിണിയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ കെട്ടാൻ വേണ്ടി കൈകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരുന്നു. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് ആ നിമിഷത്തിനായി കാത്തിരുന്നു. ജയബാല! ഒരു ഇടിമുഴക്കം പോലെ കാവേരിയുടെ ശബ്ദം മണ്ഡപത്തിലാകെ മുഴങ്ങി. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് തന്നെ നിവിന്റെ കൈകൾ പാതി വഴിയിൽ അങ്ങ് നിശ്ചലമായി. അവന്റെ കണ്ണുകളിൽ ഒരു നേരിയ ആശ്വാസം മിന്നിമറഞ്ഞു. കാവേരിയും കുടുംബവും പകയോട് കൂടെ മുന്നോട്ട് വരികയാണ്. ജയപാലിന്റെ മുഖത്ത് ചിരി അങ്ങ് മാഞ്ഞു. അയാൾ അഹങ്കാരത്തോടു കൂടി താഴേക്ക് ഇറങ്ങി വന്നു. എന്താടി, കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി വന്നേക്കുവാണോ നീ? ജയപാലൻ പുച്ഛത്തോട് ചോദിച്ചു. കാവേരി ഒട്ടു തന്നെ കൂസലില്ലാതെ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്നെ കണ്ട ഉടനെ ജയപാലൻ എന്തിനാ ഞെട്ടിയത്? മേടയിൽ നിന്നും താഴേക്ക് ഇറങ്ങിയല്ലോ, കല്യാണം നടത്തുന്നില്ലേ? ജയപാലൻ ഉച്ചത്തിലങ്ങ് ചിരിച്ചു. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് അത് പറ. പ്രവീണ ഓടി വന്നു. ജയപാലേട്ട, താലി കെട്ടുന്ന സമയ, ഇവളോട് സംസാരിക്കാൻ നിൽക്കണ്ട, ഇങ്ങോട്ടേക്ക് വായോ. ജയപാലൻ കാവേരിയൊന്ന് നോക്കി പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് തന്നെ തടയാൻ തുടങ്ങി. അന്നേരം മിസ്റ്റർ ജയപാലൻ, പുതിയൊരു ശബ്ദം കേട്ട് എല്ലാവരും വീണ്ടും അങ്ങ് ഞെട്ടി. ഗേറ്റിലൂടെ പോലീസ് യൂണിഫോമിൽ ഇൻസ്പെക്ടർ ചാരുലതയും കുറച്ച് കോൺസ്റ്റബിൾമാരും നടന്നു വന്നു. ജയപാലന്റെ നെഞ്ചെടുപ്പ് കൂടി. ചാരുലത നേരെ ജയപാലന്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിന്നു. മിസ്റ്റർ ജയപാലൻ, യു ആർ അണ്ടർ അറസ്റ്റ്. മണ്ഡപത്തിലാകെ ഒരു ശ്മശാന മൂകത പരന്നു. രാജേഷിനും സത്യപാലനും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കണേ. കാവേരിയുടെ ചുണ്ടിൽ ഒരു വിജയച്ചിരി വിടർന്നു. ജയപാലൻ ആ ഒരു പതർച്ചയെല്ലാം മറച്ചു വെച്ച് ചോദിച്ചു. എന്താ മാഡം, എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണോ? അതിന് നിങ്ങൾക്ക് കഴിയോ? ചാരുലത തന്റെ കയ്യിലിരുന്ന ആ ഒരു അറസ്റ്റ് വാറന്റ് അയാളുടെ മുഖത്തേക്ക് നീട്ടി. വാറന്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മര്യാദക്ക് കൂടെ വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ബലം പ്രയോഗിച്ച് കൊണ്ടുവരേണ്ടി വരും. സത്യപാലൻ ഇടപെട്ടു. എന്ത് കംപ്ലൈന്റ്? കല്യാണം നടക്കുന്ന സമയത്ത് വന്ന് വെറുതെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ? സർ, കാവേരി തന്ന കംപ്ലൈന്റ് അനുസരിച്ചാ ഞങ്ങൾ വന്നിരിക്കുന്നത്, ചാരുലത വ്യക്തമാക്കി. ജയപാലൻ കാവേരിയെ നോക്കി ചിരിച്ചു. മാഡം, ഇവൾ ഈ വാലും തുമ്പുമില്ലാതെ പരാതി തരുന്നല്ലേ? അത് വിശ്വസിച്ചാണോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? ഇതിനു മുൻപും ഇവൾ എന്റെ പേരിൽ കംപ്ലൈന്റ് തന്നതാ. അന്നെന്താ ഉണ്ടായത്? ചാരുലത ചൂടായി. അറസ്റ്റ് വാറന്റുമായിട്ടാണ് വന്നേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആവശ്യമില്ലാത്ത സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരി, എന്റെ പേരിലുള്ള കംപ്ലൈന്റ് എന്താണെന്നൊന്ന് പറ. ജയപാലൻ തർക്കിച്ചു. ഇവരുടെ അച്ഛൻ അരവിന്ദിന്റെ സ്വത്ത് നിങ്ങൾ ചതിച്ച് നിങ്ങളുടെ പേരിലാക്കി എഴുതി വെച്ച് വാങ്ങിച്ചു എന്നാണ് പരാതി, ചാരുലത പറഞ്ഞു. ജയപാലൻ വീണ്ടും അഹങ്കാരത്തോടങ്ങ് ചിരിച്ചു. അതിൽ തെളിവ് വല്ലതും ഉണ്ടോ? തെളിവുണ്ടെങ്കിൽ കാണിക്കുക കാവേരി. നിന്റെ കൈ തെളിവുണ്ടോ? കാവേരി മുന്നോട്ട് വന്നു ഗാംഭീര്യത്തോടു കൂടെ പറഞ്ഞു. ഉണ്ട് ജയപാല. കാവേരി പുറകിലേക്ക് നോക്കിയപ്പോൾ ഗേറ്റിലൂടെ 2 പേര് അങ്ങോട്ടേക്ക് നടന്നു വന്നു. ശിവരാമനും ബാങ്ക് മാനേജർ ജേക്കബും. അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ജയപാലൻ ഗുണ്ടകളെ വിട്ട് ജേക്കബിനെ അപകടപ്പെടുത്തുകയായിരുന്നു. അയാളുടെ ഒരു കൈ ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ ജയപാലന്റെ മുഖം അങ്ങ് വിളറി വെളുത്തു. മാഡം, ഇവൻ എന്റെ തോട്ടക്കാരനാ. ഇവൻ എന്ത് പറയാനാ? ഇവൻ എന്റെ മോളുടെ കല്യാണം കൂടാൻ വേണ്ടി വന്നതാ, ജയപാലൻ പരിഭ്രമത്തോട് പറഞ്ഞു. കാവേരി മുന്നോട്ടിറങ്ങി നിന്നു. പേടിക്കാത്ത ജയപാല, ശിവരാമേട്ടൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതാരാണെന്ന് നിനക്കറിയാമല്ലോ. എന്റെ അച്ഛന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന ബാങ്ക് മാനേജർ ജേക്കബ് സാറ്. എത്ര പണം വന്നു, എത്ര പണം പോയി എന്ന്, നിങ്ങൾ എങ്ങനെയൊക്കെ മാറ്റിമറിച്ചു എന്നും എല്ലാം സാറ് റിട്ടേൺ ആയിട്ട് തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത്തവണ നീ പെട്ടു ജയപാല. ഇത്രയും ഫ്രോഡ് പരിപാടികൾ ചെയ്തിട്ട് ഗമയിൽ ഇങ്ങനെ കല്യാണം നടത്തുമല്ലേ മകളുടെ? നിന്റെ ഈ കല്യാണം ഒരിക്കലും നടക്കില്ല, വിനീതി ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. സൂപ്പർ കാവേരി. ജയപാലൻ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ശിവരാമന്റെ അടുത്തേക്ക് ചെന്നു. ശിവരാമ, നീ എന്തൊക്കെയായി പറയുന്നത്? നീ എന്റെ ആളല്ലേടാ. കല്യാണത്തിന് നിന്നെ കണ്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നിന്നെ അന്വേഷിക്കുമായിരുന്നു. ശിവരാമൻ അയാളെ പുച്ഛത്തോട് നോക്കി. ആര്? നിങ്ങളോ? എന്നെ നിങ്ങൾ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് പോലുമില്ല. രാവിലെ വരെ പണിയെല്ലാം ചെയ്തു തീർത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. കല്യാണത്തിനൊന്ന് വാടാ എന്ന് പോലും ഒരു വാക്ക് പോലും നിങ്ങൾ എന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. എന്നിട്ട് എന്നെ അന്വേഷിച്ചുത്രേ. ഇത് കേട്ടപ്പോൾ ജയപാലന്റെ സമനിലങ്ങ് തെറ്റി. അയാൾ ശിവരാമന്റെ മുഖത്തടിച്ചു. മോർ നിക്കട അങ്ങോട്ടേക്ക്. ചാരുലത ജയപാലനെ പിടിച്ചു തള്ളി. എല്ലാവരും അങ്ങ് മാറി നിൽക്ക്. എന്റെ മോളുടെ കല്യാണം കഴിയട്ടെ, എന്താണെങ്കിലും അത് കഴിഞ്ഞ് സംസാരിക്കാം. ജയപാലൻ അലറി. പറ്റില്ല, ഞങ്ങൾക്ക് പോവാനുള്ള സമയമായി. കാത്തു നിൽക്കാനൊന്നും ഞങ്ങൾക്ക് നേരമില്ല, കാവേരി ഉറപ്പിച്ചു പറഞ്ഞു. എടി, നിന്റെ സൗകര്യത്തിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ജയപാലൻ അങ്ങ് കയർത്തു. ഹലോ, നിങ്ങളുടെ സൗകര്യത്തിന് ഞങ്ങൾക്ക് ജോലി ചെയ്യാനും പറ്റില്ല. കോൺസ്റ്റബിൾ വിലങ്ങ് വെക്ക്, ചാരുലത നിർദ്ദേശിച്ചു. ജയപാലനാകെ പരിഭ്രാന്തനായി. ഏതോ ഒരുത്തൻ എന്തോ എഴുതിയെന്ന് തന്നു എന്ന് വിചാരിച്ച്
എന്നെ അറസ്റ്റ് ചെയ്യുമെന്നോ? കാവേരി നേരെ ശിവരാമനെ നേരങ്ങ് തിരിഞ്ഞു. എന്തോ എഴുതി കൊടുത്തെന്നോ ശിവരാമേട്ടാ? എന്താ നടന്നതെന്ന് ഇവരൊക്കെ ഇത് കേൾക്കട്ടെ, പറ. ശിവരാമൻ എല്ലാവരെയും നോക്കി സംസാരിക്കാൻ തുടങ്ങി. മാഡം, അരവിന്ദൻ സർ ആണ് ആ തോട്ടം വാങ്ങിക്കാൻ തീരുമാനിച്ചത്. അരവിന്ദൻ സർ ഈ ജയപാലിനെ വിശ്വസിച്ച് പണം അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം ഇതെല്ലാം എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അരവിന്ദ സർ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതിന് 3 ദിവസം മുമ്പ് തന്നെ അയാൾ തോട്ടം സ്വന്തം പേരിലേക്ക് അങ്ങ് മാറ്റി എഴുതി. ഇത് കേട്ട് രാജേശ്വരിയും സത്യപാലനും എല്ലാവരും അങ്ങ് ഞെട്ടിത്തെറിച്ചു പോവാണ്. തങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന മനുഷ്യൻ ഇത്ര വലിയൊരു ചതിയനാണോ എന്ന് പോലും അവർക്ക് വിശ്വസിക്കാനായില്ല. ശിവരാമൻ തുടർന്നു. അരവിന്ദൻ സർ അന്ന് നാട്ടിൽ വന്ന് തോട്ടം രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ ഇയാൾ ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞ് സാറിനെ വിശ്വസിപ്പിക്കാൻ നോക്കി. ജീവന് തുല്യ സ്നേഹിച്ച കൂട്ടുകാരൻ തന്നെ ചതിച്ചു എന്നറിയുമ്പോൾ അരവിന്ദൻ സാറിന് താങ്ങാൻ പറ്റിയില്ല. വർഷങ്ങളോളം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നഷ്ടപ്പെട്ടത് മറ്റൊരു സങ്കടം. ആ നെഞ്ചു പൊട്ടിയിട്ട സാറിന്റെ ജീവൻ എടുത്തത്. ഇത് കേട്ടപ്പോ ശാരദയുടെ നിയന്ത്രണം വിട്ടു. അവർ ആർത്തുലിച്ചുകൊണ്ട് തന്നെ ഓടി വന്ന് ജയപാലിന്റെ ഷർട്ടിനങ്ങ് കുത്തി പിടിച്ചു. ചതിയ, നിനക്ക് നല്ലത് വരുമോടാ? എന്റെ ഭർത്താവിന്റെ പണം ചതിയിലൂടെ സ്വന്തമാക്കിയിട്ട് നീ ഇവിടെ കല്യാണം നടത്തുവാണോ? ഈ കല്യാണം നടക്കുമോടാ? പറയടാ. ശാരദ അയാളെ പിടിച്ചങ്ങ് കുലുക്കി. പ്രവീണ ഓടി വന്ന് ശാരദയുടെ കൈകളങ്ങ് തട്ടി മാറ്റിയോട്. കൈയെടുക്കടി, നീ എന്താ വിചാരിച്ചത്? നീ ആരുടെ ദേഹത്തായി കൈ വെക്കുന്നത്? കല്യാണം നടക്കുന്നിടത്ത് വന്നിട്ട് അനാവശ്യം കാണിക്കാറോ? അനാവശ്യം പറയരുത് നീ. ശാരദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്റെ ഭർത്താവിനെ കൊന്ന് സ്വത്തല്ല സ്വന്തമാക്കിയിട്ടിപ്പോ ദേഷ്യം സ്വന്തമാക്കിയപ്പോഴില്ലാത്ത ദേഷ്യം ഇപ്പോഴാണ് നിനക്ക് വരുന്നത്? ഒറ്റൊരുത്തൻ ഇനി ഇവിടെ നിൽക്കരുത്, ഇറങ്ങിപ്പോണം എല്ലാവരും. ജയബാലൻ അലറി. കാവേരി വിരൽ ചൂണ്ടിക്കൊണ്ട് മുന്നോട്ട് വന്നു. ഞങ്ങളല്ല ജയബാല പോവേണ്ടത്, നീയാ പോവേണ്ടത് ജയിലിലേക്ക്. ഞങ്ങളുടെ അച്ഛന്റെ സ്വത്ത് തിരിച്ചു കിട്ടാതെ ഞങ്ങൾ ഇവിടെ നിന്നും ഒരു ഇഞ്ച് പോലും മാറില്ല. ചാരുലത ജയബാലിന് നേരെ തിരിഞ്ഞു. ദേ നോക്ക് ജയബാല, ഇനി നിന്റെ മുന്നിൽ രണ്ട് വഴി മാത്രമേ ഉള്ളൂ. ആ തോട്ടത്തിന് ഇവരുടെ അച്ഛൻ എത്ര പണമാണോ കൊടുത്തത് അത് പലിശ സഹിതം തന്നെ നീ ഇപ്പൊ തന്നെ ഇവർക്ക് തിരിച്ചു കൊടുക്കണം. അതും ഇപ്പോ, ഇവിടെ വെച്ച്. ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. കാവേരി ഉടനെ തന്നെ പറഞ്ഞു. എനിക്ക് പണമൊന്നും വേണ്ട മേഡം, എനിക്ക് ഞങ്ങളുടെ തോട്ടം തിരിച്ചു തന്നാ മതി. അന്നേരം ഗംഗ കാവേരിയുടെ കൈ പിടിച്ചു. കാവേരി, നമ്മൾ ഈ നാട് വിട്ടു പോവുക. ഇനി ഈ തോട്ടം നമുക്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? അച്ഛന്റെ പണം തിരികെ കിട്ടുകയാണെങ്കിൽ അത് മതി. നിലമോളുടെ ഓപ്പറേഷൻ നടത്തണം, അതാ ഇപ്പൊ പ്രധാനം. കാവേരി പല്ലിറുമ്മിക്കൊണ്ട് നിന്നു. അന്നേരം കല്യാണത്തിന് വന്നിരുന്ന ഒരാൾ രാജേശ്വരിയോട് ചോദിച്ചു. രാജി, നിങ്ങൾക്ക് ഒരേ ഒരു മകനല്ലേ ഉള്ളൂ? ഒരു നല്ല കുടുംബത്തിൽ നിന്നും ഒരു പെണ്ണിനെ കെട്ടിക്കൂടായിരുന്നോ നിങ്ങൾക്ക്? ഇങ്ങനത്തെ ചതിയന്മാരുടെ വീട്ടിൽ നിന്നാണോ നിങ്ങൾ പെണ്ണെടുക്കുന്നത്? ഇത് കേട്ട് സത്യവാരൻ ആകെ നാണം കെട്ട് തല കുനിച്ചു. യമുന ഓടിച്ചെന്ന് നിവിന്റെ ഷർട്ടിനങ്ങ് കുത്തിരി പിടിക്കാണ്. എന്തിനാ നിവിനേട്ടാ ഞങ്ങളെയൊക്കെ ചതിച്ചത്? എല്ലാരും കൂടി യമുന അങ്ങ് പിടിച്ചു മാറ്റിയാണ്. സത്യപാലൻ നിവിന്റെ മുന്നിലേക്ക് കയറി നിന്നു. മാറി നിൽക്ക് അങ്ങോട്ടേക്ക്. രാഗിണി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്താ അച്ഛാ, എന്താ ഇവിടെ നടക്കുന്നത്? ഓരോരുത്തരും വന്ന് പ്രശ്നമുണ്ടാകുവാണല്ലോ. ജയബാലൻ അവളെ സമാധാനിപ്പിച്ചു. രാഗിണി, നീ മിണ്ടാതെ നിൽക്ക്. നീ ഒരു കല്യാണ പെണ്ണ? ചാരുലത വീണ്ടും ചോദിച്ചു. നിങ്ങൾ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? പണം തരുന്നോ അതോ സ്റ്റേഷനിലേക്ക് വരുന്നോ? കല്യാണം കഴിയട്ടെ മാഡം, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് വരാം. ജയബാലൻ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യുന്ന ആളൊന്നല്ല ഞാന്. കോൺസ്റ്റബിൾ അയാളെ വിലങ്ങ് വെക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. കോൺസ്റ്റബിൾ അയാളെ വിലങ്ങ് വെക്ക്. പോലീസുകാർ ജയപാലിനെ പിടിച്ചു വലിക്കാൻ തുടങ്ങി. വിശാലും പ്രവീണയും രാഗിണിയും എല്ലാം അലമുറയിട്ട് തന്നെ തടയാൻ ശ്രമിച്ചു. ഒരു മിനിറ്റ് മാഡം. ജയപാലൻ കാവേരിക്ക് നേരെ തിരിഞ്ഞു. സന്തോഷായില്ലേടി നിനക്ക് എന്നെ ഈ കോലത്തിലങ്ങ് കാണാൻ? നിനക്കിപ്പോ സന്തോഷായില്ലേ? ശാരദ മുന്നോട്ട് വന്നു. അരവിന്ദേട്ടൻ മരിച്ചപ്പോ നീ ഇതുപോലെ തന്നെ സന്തോഷിച്ചതല്ലേടാ? അദ്ദേഹത്തെ കൊന്നിട്ട് നീ ഇങ്ങനെയൊക്കെ അഭിനയിച്ചു, മഹാപാപി. വീടില്ലാതെ എന്റെ മക്കളെയും കൊണ്ട് ഞാൻ തെരുവിൽ നിന്നപ്പോ പോലും അരവിന്ദേട്ടന്റെ പണം മുഴുവൻ നീ ഇങ്ങനെ കയ്യിൽ വെച്ചോണ്ട് നീ ഞങ്ങളെ നോക്കി ചിരിക്കുമായിരുന്നില്ലേ? നിനക്കൊന്നും നീ ഒരിക്കലും ഗുണം പിരിക്കില്ലടാ. ശാരദയുടെ ശാപം കേട്ട് ജയപാലൻ ദേഷ്യത്തോടു കൂടെ തന്നെ അവളെ അടിക്കാൻ വേണ്ടിയിട്ട് കയ്യോങ്ങി. വിനീതും പോലീസുകാരും ചേർന്ന് അയാളെങ്ങ് തടഞ്ഞു. അച്ഛാ, പണം കൊടുക്കച്ചാ, പ്രശ്നമുണ്ടാക്കണ്ട. രാഗിണി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു. ഗതികെട്ട് ജയപാലൻ പറഞ്ഞു. ശരി മാഡം, ഞാൻ പണം തരാം. അവരത് എത്രയാ കൊടുത്തെന്ന് വെച്ചാൽ ഞാൻ തരാം. ഒരു ഏക്കറിന് 5 ലക്ഷം രൂപ വെച്ച്. കാവേരി അങ്ങ് ഇടപെട്ടു. എന്ത് 5 ലക്ഷം? ആരെയാ നീ ഇങ്ങനെ വീണ്ടും ചതിക്കാൻ നോക്കുന്നത്? ഒരു ഏക്കറിന് 10 ലക്ഷം എന്റെ അച്ഛൻ എഴുതി അത് പറഞ്ഞിട്ടുണ്ട്. മൊത്തം 50 ലക്ഷം രൂപ രജിസ്റ്റർ ചെയ്യാൻ വേറെയും തുക വേറെയും വന്നിട്ടുണ്ട്. അതുമാത്രല്ല, ഗംഗേച്ചിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണവും തിരിച്ചു തരണം. ഒരു രൂപ പോലും കുറയാൻ ഞാൻ സമ്മതിക്കില്ല. ജയപാലൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. എത്രയും പെട്ടെന്ന് തന്നെ പണം കൊടുക്കുക എന്നത് അയാളെ സംബന്ധിച്ച് വലിയൊരു അടിയായിരുന്നു. പക്ഷേ ബാങ്ക് മാനേജർ ജേക്കബ് അവിടെ ഉണ്ടായിരുന്നതിനാൽ ചെക്ക് നൽകാൻ വേണ്ടി തീരുമാനമായി. ജയപാലൻ വിറക്കുന്ന കൈകളോട് ചെക്കിൽ അങ്ങ് ഒപ്പിട്ടു. ആ ചെക്ക് ചാരുലത ശാരദയുടെ കയ്യിലേക്ക് കൊടുത്തു. ശാരദ അത് ചെക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ചങ്ങ് പൊട്ടിക്കരയാണ്. അരവിന്ദേട്ടൻ ഞങ്ങൾ വെറുതെ വിട്ടിട്ടല്ല പോയത്. ഒടുവിൽ ഞങ്ങൾക്ക് നീതി കിട്ടി.
ഞങ്ങളുടെ ദൈവം ഞങ്ങളെ കൈവിട്ടിട്ടില്ല. ജയബാലൻ പല്ലിറമി. ഇപ്പൊ സന്തോഷായില്ലേ? എന്റെ മോളുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടില്ലേ നിങ്ങൾ ഈ നാടകമെല്ലാം കളിച്ചത്? ഇനി ഇറങ്ങിപ്പോവാൻ നോക്ക്. ശാരദ കണ്ണീരോടുകൂടെ അയാളെ നോക്കി. ഞങ്ങൾക്ക് ആ ബുദ്ധിയൊന്നുമില്ല ജയബാല, നിങ്ങൾക്ക് ആ ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. അരവിന്ദേട്ടൻ മരിച്ചത് ഗംഗയുടെ നിശ്ചയം മുടങ്ങിയപ്പോൾ നീ മല പോലെ നിന്നതല്ലേ? ഞങ്ങളുടെ പണം മുഴുവൻ കയ്യിൽ വെച്ചിട്ട് ഞങ്ങൾ കഷ്ടപ്പെടുന്നതൊക്കെ നീ കണ്ടു നിന്നവനല്ലേ? അരവിന്ദേട്ടനെ കൊന്നിട്ട് നിന്റെ മോളുടെ കല്യാണം ഗംഭീരമായി നടത്താൻ ശ്രമിച്ച അതെങ്ങനെ നടക്കാനാ? നീ മറ്റുള്ളവർക്ക് എന്താണോ കൊടുത്തത് അത് തന്നെ നിനക്ക് തിരിച്ചു കിട്ടും. ഞങ്ങളുടെ മക്കളുടെ കണ്ണീര് വീണ ഈ പണം വെച്ചിട്ട് നീ ഇങ്ങനെ നന്നായി ജീവിക്കാനാണ്? അമ്മേ വാ, നമുക്ക് പോവാം. ഇവിടെ ഇവന്റെ കാൽപ്പാട് പതിഞ്ഞ ഈ മണ്ണിൽ ഇനി നമുക്ക് നിൽക്കരുത്. കാവേരി ശാരദയുടെ കയ്യും പിടിച്ച് നടന്നു. അവരെല്ലാവരും തലയുയർത്തി പിടിച്ച് അവിടെ നിന്നും പോവാണ്. കാവേരിയും കുടുംബവും പോയതിനു ശേഷം മണ്ഡപത്തിൽ ഭയാനകമായ നിശബ്ദതയായിരുന്നു. പ്രവീണ പേടിയോടുകൂടി ജയബാലിനെ നോക്കി. ജയബാലേട്ടാ, ഈ കല്യാണം ഇനി നടക്കുവോ? ജയബാലൻ ദേഷ്യത്തോട് പറഞ്ഞു. ഇത് നടക്കാതെ എങ്ങനെയാടി? ഈ കല്യാണത്തിന് വേണ്ടിയിട്ടില്ലേ ഇത്രയും പണം ഞാൻ ഇപ്പൊ തന്നെ അവർക്ക് കൊടുത്തത്. ഇത് നടന്നേ പറ്റൂ. നിവിൻ ആ മണ്ഡപത്തിലേക്ക് ഇരിക്ക്. നിവിൻ തലയുയർത്തി അയാളെ നോക്കി. ഒരു മിനിറ്റ് അച്ഛാ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഞാൻ പോയിട്ട് രാഗിണിയുടെ കഴുത്തിൽ താലി കെട്ടാം. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കാവേരി ഈ നാട് വിട്ടുപോയല്ലോ. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് മാത്രമല്ലേ ചിന്തയുള്ളൂ. ഞാൻ പോയി താലി കെട്ടാം. നിവിൻ വെറുപ്പോടുകൂടെ കല്യാണ മണ്ഡപത്തിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ജയബാലൻ അവനെ പിടിച്ചങ്ങ് തടയാണ്. പെട്ടെന്ന് തന്നെ രാജേശ്വരി മുന്നോട്ട് വന്നു. ജയബാലന്റെ കൈകളങ്ങ് തട്ടി മാറ്റി. ജയബാലേട്ടാ, അവന്റെ ദേഹത്തിന് നിങ്ങൾ കൈവെക്കണ്ട. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങളുടെ വീട്ടിലെ പട്ടിയെ പോലെ തള്ളുന്നത് പോലെ തന്നെ എന്റെ മകനെ പിടിച്ചങ്ങ് തള്ളുന്നോ? മര്യാദക്ക് പെരുമാറണം. ജയബാലൻ അങ്ങ് ഞെട്ടാണ്. രാജി, എന്താ രാജി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സത്യബാലൻ രൂക്ഷമായി തന്നെ പറഞ്ഞു. ഓ, പണം പോയത് കൊണ്ടാണോ? സ്ത്രീധനത്തിൽ ഒരു കുറവും വരില്ല ജയബാല. ആർക്ക് വേണടാ നിന്റെയൊക്കെ സ്ത്രീധനം? സത്യബാലൻ അങ്ങ് പൊട്ടിത്തെറിച്ചു. നിങ്ങൾക്ക് എന്താ പണമില്ലേ? ഞങ്ങൾക്കും പണമുണ്ട്. ഞങ്ങൾക്കും പണമുണ്ട്, സ്വത്തുണ്ട്. നീ കാരണം ഞങ്ങൾ ബന്ധുക്കളുടെ മുന്നിൽ അങ്ങ് നാണം കെട്ടി നിൽക്കുവാണേ. ആ കുടുംബത്തിന്റെ സ്വത്ത് നീ ചതിച്ച് സ്വന്തമാക്കിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അത് ന്യായമാണോ? എന്താ അളിയാ, പെട്ടെന്ന് നല്ലവനാകുവാണോ? ജയബാലൻ പരിഹസിച്ചു. അന്നേരം രാജേശ്വരി വിരൽ ചൂണ്ടി. എന്റെ ഭർത്താവ് നല്ലവനാ, ഞങ്ങളും നല്ലവരാ. ഞങ്ങളുടെ സ്വത്ത് ഞങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാ. നിന്നെ പോലെ ഇങ്ങനെ ചതിച്ചുണ്ടാക്കിയതൊന്നുമല്ല. രാഗിണിക്ക് സങ്കടം സഹിക്കാനായില്ല. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അച്ഛാ, എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കിത് വലിയ അപമാനമാണ്. അവനോട് അവിടെ ഇരിക്കാൻ പറ. രാജേശ്വരി തിരിഞ്ഞു നിന്നു. വായടക്കടി കല്യാണപ്പെണ്ണ് ഒതുക്കത്തിലിരിക്കാതെ ഒച്ച വെക്കുവാണോ? എന്റെ മകനെ എന്റെ കൺമുന്നിൽ വെച്ച് മര്യാദയില്ലാതെ സംസാരിക്കുന്നവളാണ് നീ. നാളെ കല്യാണം കഴിഞ്ഞാലും നീ ഇങ്ങനെ തന്നെയല്ലേ സംസാരിക്കുള്ളൂ? ജയബാലൻ കൂട്ടിച്ചേർത്തു. ഇത്രയൊക്കെ നടന്നിട്ടും ഇനി ഈ കല്യാണം നടന്നാൽ ശരിയാവില്ല. ആ കുടുംബത്തിന്റെ ശാപം ഞങ്ങളുടെ മകനു കൂടി വന്നു ചേരും. ജയബാലൻ വീണ്ടും ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ പറഞ്ഞു. ഈ കല്യാണം നടക്കാതെ ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ കൊന്നുകളയാൻ നിന്നെ ഞാൻ. നീ എന്ത് ചെയ്യും ജയബാല? വിരട്ടുകയാണോ? സത്യബാലൻ തിരിച്ചടിച്ചു. നിന്റെ നല്ല കാലം കഴിഞ്ഞു. കല്യാണ വീട്ടിൽ പോലീസ് വന്നു. ശാരദ ഇവിടെ വന്ന് ശപിച്ചു. ഇനി ഈ കല്യാണം നടന്നാൽ ഞങ്ങളുടെ മകനെ ഞങ്ങൾക്ക് തന്നെ കിണറ്റിലങ്ങ് തള്ളുന്നതിന് തുല്യമായിരിക്കും ഇത്. അവൻ എത്ര തവണ പറഞ്ഞതാ ഈ കല്യാണം വേണ്ട എന്ന്? അന്നൊന്നും ഞങ്ങളത് കേട്ടില്ല. തോട്ടത്തിന്റെ കാശ് വാങ്ങിച്ചു കൊണ്ടുപോയി അവളെ കെട്ടിക്കാനാണോ പ്ലാൻ എന്ന് നീ ചോദിച്ചില്ലേ? ഞങ്ങളുടെ മകൻ അവളെയും കല്യാണം കഴിക്കില്ല, നിന്റെ മോളെയും കല്യാണം കഴിക്കില്ല. എല്ലാം മതിയാക്ക്. സത്യബാലനും രാജേശ്വരി നിവിനെയും കൂട്ടി ആ കല്യാണ മണ്ഡപത്തിൽ നിന്നങ്ങ് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ നിവിൻ പോയതോടുകൂടി തന്നെ രാഗിണിക്ക് ശരിക്കും സമനില തെറ്റിയതുപോലെയായി. അവൾ അലറിക്കൊണ്ട് തന്നെ മണ്ഡപത്തിലെ ആ ഒരു പൂക്കളെല്ലാം തന്നെ വലിച്ചെറിഞ്ഞു. സ്വന്തം അച്ഛനെ അവൾ ഒരുപാടങ്ങ് കുറ്റപ്പെടുത്തി. അച്ഛൻ കാരണ എനിക്കെന്റെ നിവിനെ നഷ്ടപ്പെട്ടത്. എനിക്ക് നിവിനെ തന്നെ വേണം അച്ഛാ. അവൾ പൊട്ടിക്കരഞ്ഞു. മകളുടെ അവസ്ഥ കണ്ട് ജയബാലിന്റെ ഉള്ളിൽ പക അങ്ങ് ആളിക്കത്തി. അയാൾ അവളെ കെട്ടിപ്പിടിച്ചു. കരയിലെ മോളെ, നീ എന്റെ കണ്ണീര് നിന്റെ കണ്ണീരിന് കാരണക്കാരായവരെ ഈ അച്ഛൻ വെറുതെ വിടില്ല. നിവിനും കാവേരിയും തമ്മിലുള്ള ആ ഒരു കല്യാണം ഞാൻ നടത്താനും സമ്മതിക്കില്ല. ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. അയാളുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീ എരിയുന്നുണ്ടായിരുന്നു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ടുനിന്ന യാത്രക്കൊടുവിൽ കാവേരിയും കുടുംബവും നേരെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നു. വലിയ കെട്ടിടങ്ങളും തിരക്കേറിയ ആ ഒരു നിലത്തും അവർക്ക് അപരിചിതമായിരുന്നു. വാടകയ്ക്കൊരു വീട് അന്വേഷിക്കാൻ അവർ ഒരുപാടധികം അലഞ്ഞു. എങ്ങും നിരാശ മാത്രമായിരുന്നു ഫലം. കൈക്കുഞ്ഞുമായി ആ ഒരു വെയിലത്ത് നടക്കുന്ന എല്ലാവരും ആകെ തളർന്നിരുന്നു. അപ്പോഴാണ് യാദൃശ്ചികമായി അവർ നരേന്റെ മുത്തശ്ശിയെ കണ്ടുമുട്ടുന്നത്. അവിടുത്തെ ആ ഒരു നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയ മുത്തശ്ശി അവരോടൊരു വലിയ സഹതാപം തോന്നി. നിങ്ങൾ വിഷമിക്കേണ്ട, എന്റെ വീട്ടിലൊരു ഔട്ട് ഹൗസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വാടകയ്ക്ക് തരാം. എന്റെ കൂടെ വാ. മുത്തശ്ശിയുടെ വാക്കുകൾ അവർക്ക് വലിയൊരു ആശ്വാസമായി. മുത്തശ്ശി അവരെയും കൂട്ടി നേരെ ഗൗരീശങ്കരം എന്ന് പറയുന്ന ആ ഒരു വലിയ തറവാട്ടിലേക്ക് ചെന്നു. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറിയപ്പോൾ കാവേരി ചുറ്റും നോക്കി. ആ വീടും പരിസരവും അവൾക്ക് എവിടെയോ കണ്ട് പരിചയമുള്ളതുപോലെ തോന്നാണ്. അവളുടെ മനസ്സ് പഴയൊരു ഓർമ്മകളിലേക്ക് പോയി. ശിവരാജൻ അന്വേഷിച്ച് ഒരിക്കൽ നരേന്റെ വീട്ടിന്റെ ഗേറ്റ് വരെ അവരരികിലേക്ക് വരെ വന്നിരുന്നതാണല്ലോ.
അന്ന് നരേനും കാവേരിയും പരസ്പരം കണ്ടിരുന്നുവെങ്കിലും മുഖമൊന്നും വ്യക്തമായിരുന്നില്ല. അതല്ല ശിവരാജന്റെ വീട് എന്ന് പറഞ്ഞ് ആ ഒരു മേഘനാഥന്റെ വീട്ടിലേക്ക് അന്ന് സെക്യൂരിറ്റി അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുമായിരുന്നു. അത് ആ വീടല്ലേ? അവളിങ്ങനെ മനസ്സിലോർത്തു. കാവേരിയും കുടുംബം പുറത്തു നിൽക്കുമ്പോൾ വീടിനുള്ളിൽ വലിയൊരു വഴക്ക് നടക്കുകയായിരുന്നു. ഔട്ട് ഹൗസ് വാടകയ്ക്ക് കൊടുക്കാൻ മുത്തശ്ശനും തീരുമാനിച്ചതായിരുന്നു. നരേൻ ദേഷ്യം കൊണ്ട് വിറച്ചു. നിങ്ങൾക്ക് എന്തിന്റെ കേടാ? ആ വീട് ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ? നരേൻ അലറി. മുത്തശ്ശൻ ശാന്തമായി പറഞ്ഞു. നരേൻ, ആ വീട് വെറുതെ കിടക്കുമല്ലേ? കുറച്ച് പാവങ്ങളാ, അവർക്ക് കൊടുത്താൽ എന്താ? നരേന്റെ മനസ്സിൽ ചാന്ദിനിയുടെ മുഖം അങ്ങ് തെളിഞ്ഞു വന്നു. താൻ ജീവന് തുല്യ സ്നേഹിക്കുന്ന പെൺകുട്ടി, അവളും കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്നത് ആ ഒരു ഔട്ട് ഹൗസിലേക്കായിരുന്നു. ആ ഓർമ്മകൾ അവനെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. എനിക്ക് പറ്റില്ല, ആ വീട് ഞാൻ ഇടിച്ചു കളയാൻ പോവാണ്, നരേൻ അങ്ങ് കടുപ്പിച്ചു പറഞ്ഞു. മുത്തശ്ശൻ വിട്ടുകൊടുത്തില്ല. ശരി, ഇടിച്ചു കളഞ്ഞാം, പക്ഷേ പകരം നീ ഒരു കല്യാണം കഴിക്കണം. ഇത് കേട്ടപ്പോൾ നരേന്റെ ദേഷ്യം അങ്ങ് ഇരട്ടിച്ചു. നിങ്ങൾ ആ വീട് ആർക്ക് വേണമെങ്കിലും വാടകയ്ക്ക് കൊടുത്തോ, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, അവൻ ദേഷ്യത്തോട് പറഞ്ഞ് മുകളിലേക്ക് അങ്ങ് കയറി പോവാണ്. അങ്ങനെ മുറ്റത്ത് നിന്നിരുന്ന കാവേരിയും ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. പുതിയൊരു സങ്കേതത്തിൽ പുതിയൊരു കൊടുങ്കാറ്റ് അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നഷ്ടങ്ങളും പോരാട്ടങ്ങളും നിറഞ്ഞ കാവേരിയുടെ ജീവിതത്തിൽ ഗൗരി ശങ്കരത്തിലെ ആ ഒരു ഔട്ട് ഹൗസ് ഇനി എന്ത് മാറ്റങ്ങളൊക്കെയാണ് കൊണ്ടുവരാന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ.